അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ സൂറത്തുൽ ഹശറിൽ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിനെ ഓർത്ത് ഹൃദയം പേടിക്കാൻ, ഭയപ്പെടാൻ ഇനിയും സമയമായില്ലേ എന്ന് സൃഷ്ടാവായ റബ്ബ് അവിടുന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം സൂറത്തുൽ ഹശറിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. നിരന്തരമായ പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു ഉള്ളവനാണ് എന്ന് നമുക്ക് തെളിയിച്ചു തരുമ്പോഴും നമ്മൾ തെറ്റുകളിൽ നിരന്തരം അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് പല ഏർപ്പാടുകളിലും നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ സൂറത്തുൽ റഅദിൽ അല്ലാഹു തആല ഇവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം വഇദാ അറാദല്ലാഹു ബിഖൗമിൻ സൂഅൻ ഫലാ മറദ്ദ ലഹു വമാ ലഹും മിൻ ദൂനിഹി മിൻ വാൽ. ഏതൊരു വിഭാഗത്തിനും അല്ലാഹു തആല മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരില്ല. ആ വിഭാഗം അവർ മാറണമെന്ന് സ്വയം വിചാരിച്ചിട്ടല്ലാതെ അല്ലാഹു തആല ഒരു വിഭാഗത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരില്ല എന്നും, അതേപോലെ തന്നെ അല്ലാഹു തആല വല്ല പരീക്ഷണങ്ങളും ഒരു മനുഷ്യനിൽ ഉദ്ദേശിച്ചാൽ അതിനെ തട്ടിക്കളയാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല എന്നും, അല്ലാഹു തആല ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ ആ നന്മയെ തൊട്ട് അയാളെ തടയാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് അല്ലാഹു തആല നിരന്തരം പരിശുദ്ധമായ ഖുർആനിലൂടെ അവൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ഓരോ ഖളാഉകൾ, അവൻ്റെ ഓരോ ഖദറുകൾ നമ്മിലേക്ക് വരുമ്പോഴും നാം അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടതിൻ്റെ, അല്ലാഹുവിനെക്കുറിച്ച് ഓർക്കേണ്ടതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കോവിഡ് കാലം കഴിഞ്ഞു, ലോകമാകെ സ്തംഭിച്ചു നിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്ക് ഒരു സ്വപ്നം പോലെ തോന്നുന്നുണ്ടെങ്കിലും അത് സത്യമായിരുന്നു. പരസ്പരം കൂട്ടുകാരെ കാണാൻ ഭയം, കളിതമാശയിൽ ഏർപ്പെട്ട നമ്മുടെ കൂട്ടുകാരുമായിട്ട് അവരെ തൊടാൻ പോയിട്ട് അവരുമായിട്ട് കൂടി സംസാരിക്കാൻ പോലും ഭയമുണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ രൂപത്തിൽ അല്ലാഹു തആല മനുഷ്യരെ പരീക്ഷിച്ചു. ആ പരീക്ഷണത്തിൽ നിന്നോ മനുഷ്യൻ പാഠം ഉൾക്കൊണ്ടില്ല. ശേഷം ഇതാ ഉരുൾപൊട്ടലിലൂടെ അല്ലാഹു തആല വീണ്ടും മനുഷ്യനായ നമ്മെ പരീക്ഷിക്കുകയാണ്. അല്ലാഹു ഉള്ളവനാണ് എന്ന് വീണ്ടും വീണ്ടും അവൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ്റെ ശക്തി എത്ര ദുർബലമാണ് എന്ന് മനുഷ്യനെ വീണ്ടും വീണ്ടും അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. കൂട്ടുകാരെ, നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. അല്ലാഹുവിനെക്കുറിച്ച് നല്ല ബോധവും നല്ല പേടിയും നല്ല വിശ്വാസവും വേണം. ഏത് കാര്യം ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടായാലും എല്ലാം അവൻ്റെ ഖൈറിനാണ് എന്ന് അവൻ പൂർണ്ണമായും വിശ്വസിക്കണം. അതല്ലേ ഒരു ഹദീസിലൂടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്. മഹാനായ മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അവിടുന്ന് പഠിപ്പിക്കുന്നു, അജബൻ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ഖൈർ വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ ഇൻ അസാബത്തുഹു സറ ശക്കറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബത്തുഹു ളറ സബറ ഫകാന ഖൈറൻ ലഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്, മുഅ്മിനിൻ്റെ കാര്യം വളരെ അത്ഭുതമാണ്. അവന് എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. അവന് വന്നു പെടുന്ന എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. അവനൊരു നല്ല കാര്യമെത്തുമ്പോൾ അവൻ അല്ലാഹുവിന് നന്ദി ചെയ്യുന്നു, അത് ഏറ്റവും അവന് ഖൈറാണ്. അവനൊരു പ്രയാസമെത്തുമ്പോൾ അവൻ അതിൻ്റെ പേരിൽ ക്ഷമിക്കുന്നു, അതും അവന് ഖൈറാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. കൂട്ടുകാരെ, ഖൽബിൽ അല്ലാഹുവിനെക്കുറിച്ചുള്ള നല്ല വിശ്വാസവും, വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ അല്ലാഹുവിലും അവൻ്റെ മലായികങ്ങളിലും അവൻ്റെ കിതാബുകളിലും അവൻ്റെ മുർസലീങ്ങളിലും അന്ത്യദിനത്തിലും അല്ലാഹുവിൻ്റെ ഖദർ ഖളാഇലും, ഖൈറായ കാര്യമാണെങ്കിലും ഷർറായ കാര്യമാണെങ്കിലും പ്രയാസമാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാം അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസം ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടോ, അവന് ഒന്നും ടെൻഷനാകാനില്ല, അവനൊരു ബേജാറാകാനില്ല. എല്ലാം അല്ലാഹുവിൻ്റെ തീരുമാനങ്ങളാണ് എന്ന് പറഞ്ഞ് അവൻ പൂർണ്ണമായും സംതൃപ്തി അടയണം. തൻ്റെയാണ് നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു വിശ്വാസിക്ക് ഒരു മുസീബത്ത്, ഒരു പ്രയാസം വന്ന് ഭവിക്കുമ്പോൾ അവൻ ചൊല്ലാൻ വേണ്ടി അവിടുന്ന് പഠിപ്പിച്ചു തന്ന ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നതിൻ്റെ വിവക്ഷ. തീർച്ചയായും എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല തന്നതാണ്. എനിക്ക് മകനെ തന്നതും, എനിക്ക് കുട്ടികളെ തന്നതും, എനിക്ക് ഉമ്മയെ തന്നതും, എനിക്ക് ബാപ്പയെ തന്നതും, ഭാര്യയെ തന്നതും എല്ലാം സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു തആലയാണ്. അവൻ്റെ തീരുമാനപ്രകാരമാണ്. അവൻ്റെ തീരുമാനപ്രകാരം തന്നെ അതിനെ തിരിച്ചെടുത്തു. ഞാനതിൽ സംതൃപ്തനാണ് എന്നാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നതിൻ്റെ ഒരു വിവക്ഷ.
എല്ലാം ഒരുവനായ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന് വിശ്വസിക്കുന്ന, എന്ന് മനസ്സിലുറപ്പിക്കുന്ന ഒരു വിശ്വാസിക്ക് ഇതിലൊരു മനപ്രയാസവും തോന്നാറില്ല. മനുഷ്യൻ എന്ന പേരിൽ മാനസികമായിട്ട് നമുക്ക് ചില അസ്വസ്ഥതകൾ തോന്നിയാലും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ലോകം സൃഷ്ടിച്ച് നിയന്ത്രിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ജഗനിയന്താവായ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇൻഷാ അല്ലാഹ് ഇതിനെ തുടർന്ന് വലിയ ഖൈർ വരും എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതിലൊന്നും മനപ്രയാസം തോന്നാനില്ല. ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഏത് പ്രയാസത്തിൻ്റെ കൂടെയും അല്ലാഹു തആല അതിൻ്റെ പരിസമാപ്തിയിൽ അല്ലാഹു തആല വലിയ സന്തോഷം, വലിയ എളുപ്പം നമുക്ക് തരാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു ടെൻഷനും ഇതിൻ്റെ പേരിൽ ആകാനില്ല. നമുക്ക് സങ്കടം തോന്നിപ്പോകുന്നത് അതുപോലെ അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ആളുകളെ ഓർത്താണ്. അവരുടെ ടെൻഷൻ എത്രമാത്രമായിരിക്കും. അല്ലാഹുവിൽ വിശ്വാസമില്ല, എല്ലാം പ്രകൃതിപരമായി നടന്നു പോകുന്നു എന്നവർ വിശ്വസിക്കുമ്പോൾ ഒരു സന്തോഷം വരാനില്ല. രാവിലെ അവരുടെ സന്തോഷം കഴിഞ്ഞാൽ പിന്നെ ആഖിറത്തിൽ ഒരു സന്തോഷിക്കാം എന്നുള്ള ഒരു അവസ്ഥ അവർക്ക് തീരെയില്ല. എന്നാൽ അള്ളാഹുവിൽ കൃത്യമായി നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ, നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് കൃത്യമായി വിശ്വസിക്കുന്നവരാണോ, ഖൈറും ഷർറുമായ എല്ലാ കാര്യങ്ങളും നാഥനായ റബ്ബിൻ്റെ വക്കലിൽ നിന്നുള്ളതാണ് എന്ന് പൂർണ്ണമായും മനസ്സിൽ ഉറപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണോ, നമുക്കൊരു ടെൻഷനും വേവലാതിയും വരാനില്ല. കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കും എന്ന വിശ്വാസത്തോടെ അസ്സലാമു അലൈക്കും.